ഹലോ മേറ്റ്സ്, സോ വെൽക്കം ബാക്ക്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബറോസിനെ കുറിച്ചാണ്. ഡയറക്റ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി നമ്മുടെ മോഹൻലാൽ. ലാലേട്ടന്റെ കരിയറിനെ സംബന്ധിച്ച് ഫസ്റ്റ് പുള്ളിയുടെ ഡെബ്യൂ ഡയറക്ടോറിയൽ ഫിലിമാണ് ബറോസ്. 25-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് ഒരു പട്ടിക്കുഞ്ഞിന് പോലും ഒന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം പ്രോപ്പർ അപ്ഡേറ്റോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊമോഷനോ ഇതുവരെ കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ബിഗ് ബജറ്റ് മലയാളം ഫിലിമാണ് ഇപ്പോ കറന്റ്ലി നമ്മുടെ ബറോസ് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കോ സിനിമയെ കുറിച്ച് നോക്കി നോക്കൂ. മാർക്കോ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, പക്ഷെ ഇപ്പൊ നല്ല രീതിക്ക് ഹൈപ്പ് ഉണ്ട്, നല്ല രീതിക്കുള്ള ഒരു ആന്റിസിപ്പേഷൻ സിനിമയ്ക്ക് ഉണ്ട്. കാരണം അവരുടെ ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു പ്രോപ്പർ അപ്ഡേറ്റുകളും പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജിയും യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഒരു നല്ലൊരു റിലീസ് അവർക്ക് ഇനി കിട്ടാൻ പോകുന്നത്. പക്ഷെ ബറോസിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ നമ്പർ 1 ആക്ടറുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിമാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ മോഹൻലാൽ എന്നുള്ള ഒരു ബ്രാൻഡ് ഇവിടെ എത്തി നിൽക്കുമ്പോഴും ഈ സിനിമയ്ക്ക് സീറോ ഹൈപ്പാണ്. ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈവൻ ഫാൻസിന്റെ ഇടയിൽ പോലും ഒരു ഹൈപ്പ് ഇല്ലാത്ത ഒരു സിനിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബറോസ് എന്നുള്ളത്. ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, പക്ക ഒരു പോഗോ ലെവൽ ട്രെയിലർ. അതായത് ഇത് ഒരു കുട്ടികൾക്ക് പറ്റിയ സിനിമയാണെങ്കിൽ പോലും നമുക്ക് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറെങ്കിലും അവർ പടച്ചു വിടണ്ടേ. പക്ഷെ ഇതൊരുമാതിരി എന്തോ ഒരു സാധനം കണ്ട് അവസാനിച്ച പോലെ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. ഒന്നില്ലെങ്കിൽ എന്റെ ഒരു പ്രഡിക്ഷൻ ആണ്, ഒന്നില്ലെങ്കിൽ ഇതൊരു അട്ടർ ബോംബ് ഡിസാസ്റ്റർ ആവും, അല്ലെങ്കിൽ നല്ലൊരു സിനിമ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിനിടയ്ക്ക് ഞാൻ ഈ ഹിറ്റ് അല്ലെങ്കിൽ ആവറേജ് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും എന്തായാലും സംഭവിക്കും. ഏറ്റവും ചാൻസ് കൂടുതൽ വലിയൊരു ബോംബ് ആവാനാണ്. ഇനി എന്തെങ്കിലും മാജിക് നടന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്നുള്ള ഒരു സിനിമയാണ്. ദ ഗാർഡിയൻസ് ഓഫ് ഗാമാസ് ട്രഷർ. ഐ മീൻ ദ ഗാർഡിയൻസ് ഓഫ് ഗാമ ട്രഷർ എന്നുള്ളൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും അവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു 80% 90% ആൾക്കാരും ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. എന്ന് വെച്ചാൽ ട്രൂലി ഒരു ഇന്റർനാഷണൽ ക്രിയേറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ DOP, മ്യൂസിക്, VFX ഇതുപോലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡുകളും അവർ ചെയ്യുന്നേ. അതായത് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ യൂഷ്വലി നമ്മുടെ മലയാളം സിനിമ ചെയ്യുന്നവരല്ല, എല്ലാവരും ഫോറിനേഴ്സ് ആണ്, എല്ലാം ഫോറിൻ ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ മേ ബി അതിന്റെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ചിലപ്പോൾ റിച്ച് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്ത് തന്നെ ആയാലും ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി പോകുന്നത് മോഹൻലാലിനെ ആയിരിക്കും. കാരണം പുള്ളി തന്നെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യണതും, പുള്ളിയുടെ ഡയറക്ടോറിയൽ ഫിലിമാണ്. അപ്പൊ പുള്ളിയുടെ തോളിലാണ് എല്ലാം എന്ന് വേണം പറയാൻ. സോ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഒരു ഉറപ്പില്ലാത്തൊരു പടമായിട്ടാണ് ഈ ബറോസിനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴാണ് പ്രൊമോഷൻ ചെയ്യണത്, ഇനി എപ്പോഴാണ് ഇതിന്റെ പ്രോപ്പർ അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നോർമൽ സിനിമ ആണെങ്കിൽ പോലും ഫാൻസിന്റെ ഇടയിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു നല്ലൊരു റിലീസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്ഷൻ ടീം, പല സിനിമകളും പ്രൊഡക്ഷൻ ടീം മതിയായ രീതിയിൽ പ്രൊമോഷൻ ചെയ്തില്ലെങ്കിലും ഫാൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഓഡിയൻസിന്റെ ഇടയിൽ ചെറിയൊരു റീച്ച് കൊണ്ട് എത്തിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പടത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഹോപ്പുമില്ല, ഈവൻ ഫാൻസിന് പോലും ഒരു ഹോപ്പില്ലാത്ത തരത്തിൽ പടം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി മോഹൻലാലിന്റെ കയ്യിലാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ പടം സക്സസ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു അട്ടർ ഫ്ലോപ്പ് ലോഡിംഗ് ആണ് തന്നെ കൂട്ടുക. ഓക്കെ, സോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്തായാലും സിനിമ വരട്ടെ എന്നിട്ട് സംസാരിക്കാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.